സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോഴും പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർ ദുരിതത്തിലാണ്. സ്വർണ്ണാഭരണ നിർമ്മാണം യന്ത്രവൽകൃതമായതോടെ പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾക്ക് വൻതോതിലുള്ള തൊഴിൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണ തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടി പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വർണ്ണക്കച്ചവടം വലിയ ബിസിനസ്സായി മാറുമ്പോൾ പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും ലോകത്താണ്. സ്വർണ്ണാഭരണ നിർമ്മാണം യന്ത്രവൽകൃതമായതോടെ വൻതോതിൽ തൊഴിൽ നഷ്ടപ്പെടുന്നു. അനാരോഗ്യകരമായ തൊഴിൽ സാഹചര്യം മറുഭാഗത്ത്. ഇതോടെ തൊഴിലാളികൾ കൂട്ടമായി മറ്റു തൊഴിൽ തേടി പോവുകയാണെന്ന് കിടങ്ങൂരിൽ 35 വർഷമായി പരമ്പരാഗത രീതിയിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന തൈപ്പറമ്പിൽ ജുവലറി വർക്ക്സ് ഉടമയായ സന്തോഷ് കുമാർ പറയുന്നു. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ്. അപ്പനപ്പൂപ്പന്മാരായിട്ട് വർഷങ്ങളോളമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണിത്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ മുൻകാലങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ നല്ലവണ്ണം കുടുംബജീവിതം നയിച്ച് നല്ല രീതിയിൽ ജോലിയും ചെയ്ത് ജീവിച്ചിരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വളരെ ശോചനീയമായൊരവസ്ഥയിലാണ്. മറ്റുള്ള വിദേശത്തു നിന്നുള്ള ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മൂലവും മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടും ഇന്ന് തൊഴിലില്ലാത്തൊരവസ്ഥയാണ് പരമ്പരാഗതമായിട്ടിരിക്കുന്നത് സ്വർണ്ണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇത് മറ്റുള്ള പലരും പല 250 കുടുംബക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. 200 വീട്ടുകാർ അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ജോലി ചെയ്തു സുഖജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഉള്ള മെച്ചപ്പെട്ട നിലവാരത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പം ഈ തൊഴിൽ മാന്ദ്യം കാരണം, തൊഴിലില്ലാത്തൊരവസ്ഥ കാരണം പലരും മറ്റ് ജോലികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പല കുടുംബങ്ങളും ഇന്ന് വളരെ ദയനീയമായൊരവസ്ഥയിലാണ്. പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അവരെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മറ്റുള്ള എല്ലാവരും ഇന്നൊരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നത്. നിരവധി സ്വർണ്ണ തൊഴിലാളികളുടെ അവസ്ഥയാണിത്. ഏറ്റവും വില കൂടിയ ലോകം പരമ്പരാഗതമായി കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾ ഇന്ന് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരായി തീർന്നിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കാണാനും ആരും ശ്രമിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. തൊഴിലാളികളെല്ലാം അന്യം നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിപ്പയർ ചെയ്യാൻ പോലും, ഒരു മാല പൊട്ടി അല്ലെങ്കിൽ ഒരു വള ഒടിഞ്ഞുപോയി എന്ന് റിപ്പയർ ചെയ്യാൻ പോലും ആർക്കും സാധിക്കുകയില്ല. എല്ലാം അവരവരുടെ ആഭരണങ്ങളെല്ലാം അവരവരുടെ കയ്യിൽ വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. അത് ഉപയോഗിക്കാൻ പോലും പറ്റുകയില്ല. ആ ഒരവസ്ഥയിലാണ്. അപ്പം നമ്മൾ ഇതേപോലത്തെ നമ്മളെ തൊഴിലാളികളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ നമുക്ക് ഇത് ഉപകാരപ്രദമായി, ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി മാറേണ്ട അവസ്ഥയിൽ ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഈ സമൂഹത്തിന് തന്നെ ഒരു ഇതാണ്. കിടങ്ങൂരിലും പരിസരങ്ങളിലുമായി 250ഓളം പരമ്പരാഗത രീതിയിൽ തൊഴിൽ ചെയ്തിരുന്ന കുടുംബങ്ങളുണ്ട്. 10ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഇന്ന് ഈ മേഖലയിൽ തൊഴിൽ എടുക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർക്ക് തൊഴിലില്ല. വൻകിട സ്വർണ്ണക്കടകളുടെ വരവോടുകൂടി പലർക്കും കടകൾ അടയ്ക്കേണ്ടി വരികയും ചെയ്തു. ഇനിയെങ്കിലും സ്വർണ്ണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഇവർ പറയുന്നത്. നാളുകളായി തുടങ്ങിയ പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികളുടെ പതനം ഏകദേശം പൂർത്തിയായി വരികയാണെന്നും ഇവർ പറയുന്നു. ഏറ്റവും വിലയേറിയ ലോകം അടിസ്ഥാനമായി തൊഴിൽ സ്വീകരിച്ച സ്വർണ്ണപ്പണിക്കാർ നേരിടുന്ന തൊഴിൽ പ്രതിസന്ധി വളരെ വലുതാണ്. പരമ്പരാഗതമായി സ്വർണം പണിയുന്ന തൊഴിലാളികൾ ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാന്യമായി ജീവിച്ചു വരികയായിരുന്ന കാലം ഓർമ്മ മാത്രമാകുകയാണെന്ന് ഇവർ പറയുന്നു. ആരംഭ കാലഘട്ടങ്ങളിൽ ധാരാളം പണികൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്നതാണ് ആ സമയം ഉണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അത് തുടർന്ന് വന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ച് മുന്നോട്ട് വരും. പക്ഷേങ്കിൽ ഓരോ വർഷം ചെല്ലും തോറും സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പം ഈ മേഖലയിൽ അനന്തര തലമുറകളെ നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ ഈ തൊഴിൽ പഠിപ്പിച്ചിട്ട് മെച്ചമില്ല. അതുകൊണ്ട് അവരെ വിദ്യാഭ്യാസത്തിലോട്ട് നയിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾ ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷരാകാതിരിക്കണമെങ്കിൽ സർക്കാർ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സ്വർണത്തിന് വില ഉയരുന്നതിനാൽ സ്വർണത്തോട് വിമുഖത കാണിക്കുന്നതടക്കം പല കാരണങ്ങളും സ്വർണ്ണപ്പണിക്ക് തടസ്സമാകുന്നതായി തൊഴിലാളികൾ പറയുന്നു. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.